നേരത്തെ ഇവിടെ ശിവകുമാർ സാർ സൂചിപ്പിച്ചു, എൻ്റെ ഭാര്യാപിതാവായിരുന്ന പരേതനായ നാരായണൻ നമ്പൂതിരി, അദ്ദേഹം 22 ജൂലൈയിൽ നമ്മെ വിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഡോക്യുമെൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് പഠിക്കാനും വായിക്കാനും സ്വസ്തിയിൽ എഴുതാനും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാനും ഇതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പാർവതി നെമ്മിനിമംഗലത്തിൻ്റെ അമ്മ നേരത്തെ പറഞ്ഞ സരസ്വതി അന്തർജനം മരിച്ചപ്പോൾ പിണ്ണം വയ്ക്കാനായിട്ട് ഇല്ലത്തേക്ക് പോകണമല്ലോ. മരിച്ചു. ഇല്ലത്തേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ചർച്ച എന്താണെന്ന് വെച്ചാൽ, പാർവതി ഇവിടെ പിണ്ണം വെക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും ക്രിയയ്ക്ക് കൂടില്ല. കാരണം സഭയ്ക്ക് പോയ ഒരു അന്തർജനത്തിൻ്റെ ബലിയിടലിന് സഹകാർമ്മികരാവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇവർ വളരെ വിഷമത്തോടുകൂടി, അമ്മയുടെ പിണ്ണം മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി തിരിച്ച് നെമ്മിനിമംഗലത്ത് വന്നു. അപ്പോൾ അവിടെ അവരുടെ ഭർത്താവിൻ്റെ സഹോദരനായ നേരത്തെ പറഞ്ഞ NM മാഷ് ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് ഉണ്ണി നമ്പൂതിരിമാരെ കൊണ്ടുവന്ന് നെമ്മിനിമംഗലത്ത് വെച്ച് ഈ അമ്മയെ പിണ്ണം വയ്ക്കാനായിട്ട് സാധിപ്പിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഈ പാർവതി നെമ്മിനിമംഗലത്തിന് അമ്മയ്ക്കുണ്ടായിരുന്നത് പോലെ ഇവർക്കും കുട്ടികളോട് വളരെ വാത്സല്യമായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യാപിതാവിന് അദ്ദേഹം 11 വയസ്സ് 12 വയസ്സായപ്പോഴേക്കുമാണ് പാർവതി നെമ്മിനിമംഗലം ഈ ലോകത്തെ വിട്ടുപോയി. അപ്പോൾ അന്ന് നെമ്മിനിമംഗലത്തിന് പടിയൂര്, ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് പടിയൂര് ഒരു അമ്പലവും സ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാസുദേവ നമ്പൂതിരിയും പാർവതി നെമ്മിനിമംഗലം അവിടെ താമസാക്കിയ സമയത്ത് ഇടയ്ക്ക് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകത്രേ, എൻ്റെ ഫാദറിലോനെ കുട്ടിയായിരിക്കുമ്പോൾ അവിടെ പോയി താമസിക്കുക. ഇവിടെ ആണെങ്കിൽ തൊട്ട് താഴെ ഒരു പെൺകുട്ടിയുണ്ട്, എല്ലാം കൂടി ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കുകയും വളരെ വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി നോക്കുകയും. അച്ഛൻ പറയുന്നുണ്ട്, ആദ്യമായിട്ട് പഴനിക്ക് കൊണ്ടുപോയത് ഈ ശിത്തശി, അച്ഛൻ വിളിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ വിളിക്കുന്നത് ശിത്തശി എന്നായിരുന്നു. വലിയമ്മയാണെങ്കിലും വലിയമ്മ എന്നുള്ള വിളി അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അവരുടെ ഏടത്തിമാരുടെ മക്കൾ വിളിക്കുന്ന മാതിരി ശിത്തശി എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ ശിത്തശിയാണ് ആദ്യമായിട്ട് പഴനിക്ക് കൊണ്ടുപോയി തല മുട്ടയടിച്ചതെന്നും അച്ഛൻ ശിത്തശി എൻ്റെ ഓർമ്മയിൽ നിന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇല്ലത്തെ കാര്യങ്ങൾ. ഇനി നെമ്മിനിമംഗലം തറവാട്ടിൽ അന്തർജന സമാജം നടന്നു. ഈ നാടകങ്ങളുടെ സാമൂഹിക പരിഷ്കരണത്തിന് ഉതകുന്ന നാടകങ്ങളുടെ റിഹേഴ്സൽ നടന്നു. വേറൊരു സംഭവം ഇവിടെ ശിവകുമാർ സാർ പറഞ്ഞ മാതിരി അന്തർജനങ്ങളുടെ വേഷവിധാനം മാറ്റുമ്പോൾ തൂങ്ങിയ ചെവിയും മാറണമല്ലോ. മുറിച്ച് കളയാൻ തീരുമാനിച്ചു. ഡോക്ടർ കൃഷ്ണയർ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ സഹായത്തിന് കിട്ടി. താല്പര്യമുള്ളവർ നെമ്മിനിമംഗലത്തേക്ക് വരിക, ചെവി മുറിച്ച് തരും. നടുമിറ്റത്ത് ഈ തൂങ്ങിയ കാതുകൾ മുറിഞ്ഞ് വീണുകൊണ്ടിരുന്നു ആഴ്ചകളോളം. വൈകുന്നേരം ആവണമെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് സിമൻ്റ് ഇട്ട നടുമിറ്റ, അന്ന് മണ്ണായിരുന്നു. അപ്പോൾ ആ മണ്ണിലേക്ക് ഈ കാതുകൾ മുറിഞ്ഞ് വീഴുന്നത് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തണമെങ്കിൽ ഇതൊക്കെ മാറ്റിയിട്ട് വേണം. അപ്പോൾ കുട്ടികൾ മാമി എന്ന് വിളിക്കുന്ന ഒരു കുഞ്ചിപ്പെണ്ണായിരുന്നു. ഇത് മുഴുവൻ അടിച്ചുകൂട്ടി, മുറത്തിലെടുക്കാൻ പാടില്ല, പാളയിൽ അടിച്ചുകൂട്ടിയെടുത്ത് വടക്കേ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് ചാണകം മെഴുകി തളിച്ചതിന് ശേഷം വേണം വടക്കിനിയിലും 4 വിളക്ക് വയ്ക്കാൻ, അറുവാതിക്കലും. ആഴ്ചകളോളം ഇത് തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റിയൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പ്രത്യേകിച്ചും ഇന്നത്തെ പുതുതലമുറ ആലോചിക്കുക. ഞാൻ പാർവതി നെമ്മിനിമംഗലമായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തേക്ക് വേണ്ട, ഇന്നത്തെ കാലത്ത് അവർ ചെയ്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അറിയാം അവരുടെ ധൈര്യം എന്താണെന്നുള്ളത്. അങ്ങനെ ഇത് കഴിഞ്ഞ് 1931 യുവജനസഭയായി 36 തൃശ്ശൂർ രാമവർമ്മ തിയേറ്ററിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് അവരെ അധ്യക്ഷയായിട്ട്, യോഗക്ഷേമ സഭയുടെ അധ്യക്ഷയായിട്ട് വരുന്നത് 25-ാം വയസ്സിൽ. ഇന്നും ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ സാമുദായിക സംഘടനയുടെയോ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനോ അധ്യക്ഷയോ ആയിട്ട് ഒരു സ്ത്രീയെ നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടാവും, വേറെ ആരെയും എൻ്റെ അറിവിലില്ല. അതും 25 വയസ്സിൽ.
ആ അധ്യക്ഷയാക്കിയതിന് വേറൊരു ചരിത്രമുണ്ട് കേട്ടോ. ഈ 32 നമ്പൂതിരി ബില്ലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന യുവജനങ്ങളിൽ ചിലർ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് മാറി. EMSും ഒരു പരിധിവരെ വീട്ടിയൊക്കെ സാമുദായിക പ്രവർത്തനത്തിൽ നിന്ന് പതുക്കെ പിൻവലിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ മിതവാദികളെന്ന് വിളിക്കുന്ന പൂർവാചാരങ്ങൾ അതേപോലെ പോണെന്ന് പറയുന്ന ആളുകൾക്ക് ഒരു മേൽക്കൈ വരുമെന്ന് സംശയിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഒരു VK നാരായണ ഭട്ടതിരിയൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു കാലമാണത്, 34-35. അപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ യുവജന തലമുറ പറഞ്ഞു അവരെ തിരിച്ചെടുക്കണമെന്ന്. മിതവാദികൾ അതിന് തയ്യാറുമല്ല. എങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. യുവജനങ്ങൾക്കാണ് ഭൂരിപക്ഷം, അവർ വിചാരിക്കണം നടക്കും. അപ്പോൾ മിതവാദികളുടെ അടുത്തൊരു സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി നിയമനങ്ങളത്തിനെ അധ്യക്ഷ സ്ഥാനത്തിരുത്തുക. അതായത് അവരെ കൊണ്ട് ചുടുചോറ് വാന്തിക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്തെങ്കിലും നല്ലത് വന്നാൽ ഇവരുടെയൊക്കെ ഫലം, ചീത്ത വന്ന അധ്യക്ഷയുടെ കഴിവുകേട്. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ VK നാരായണ ഭട്ടതിരിയൊക്കെ തിരിച്ചെടുക്കണമെന്നുള്ള പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാർവതി നിയമനങ്ങൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് കയറുകയും അവർ വിചാരിച്ചോടത്ത ഒരു കാര്യങ്ങൾ കൊണ്ട് കെട്ടി ഈ ഭ്രഷ്ടായവരെ മുഴുവൻ തിരിച്ചെടുത്തു. അപ്പോൾ അതായിരുന്നു പാർവതി നിയമനങ്ങൾത്തിൻ്റെ നിശ്ചയദാർഢ്യം. അവരധ്യക്ഷയായി. പിന്നെ കുറെ കാലത്തേക്ക് യോഗക്ഷേമ പ്രവർത്തനം ഇങ്ങനെ മന്ദീഭവിച്ചു വന്നു. വീണ്ടും അത് ആക്റ്റീവാകുന്നത് 1945 ഓങ്ങല്ലൂർ സമ്മേളനത്തിൽ പ്രസിദ്ധമായ EMSന്റെ ഓങ്ങല്ലൂർ പ്രസംഗത്തോടു കൂടിയിട്ടാണ്. അതിനുശേഷം 46 വീണ്ടും പാർവതി നിയമനമംഗലം അധ്യക്ഷയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവരുടെ ആരോഗ്യമൊക്കെ പ്രശ്നമായിരുന്നു. അതാണ് അവർക്ക് ജനങ്ങളെ നയിക്കാനുള്ള ആ നേതൃത്വ പാഠം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും 46 സമ്മേളനത്തിൽ, ആ സമ്മേളനം നടന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശുഗപുരത്താണ്. ശുഗപുരത്ത് നടന്ന ആ സമ്മേളനത്തിലേക്ക് അവരെ ആനയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 36 വില്ലുവണ്ടികൾ, വില്ലുവെച്ച കാളവണ്ടികളുടെ അകമ്പടിയോടെ യുവാക്കളുടെ ആവേശഭരിതമായ മുദ്രാവാക്യ വിളികളോടെയാണ് പാർവതി നിയമനമംഗലം അധ്യക്ഷ സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നത്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. 36 വയസ്സിൽ 1947 മെയ് 7 അവർ ഈ ലോകം വിട്ടു പോയി. കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്നാലോചിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവരെ പോലെയുള്ളവർ കുറേ കാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ യോഗക്ഷേമ സഭയും അന്തർജനങ്ങളുടെയും ആറ്റിറ്റ്യൂഡ് ഇതായിരുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇതിലുമൊക്കെ ഒരുപാട് മുകളിലേക്ക് പോയാൽ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് അവരാലോചിച്ചിരുന്നു, എഴുതിയിരുന്നു, സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നിയമനങ്ങലത്ത് ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ബന്ധുക്കളും മിത്രങ്ങളുമായിട്ട് ഒരുപാട് പേര് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസത്തിനുമായിട്ട് താമസിച്ചിരുന്നു. വലിയ സാമ്പത്തിക ഉള്ള കുടുംബമൊന്നും അല്ലായിരുന്നു. പക്ഷെ എല്ലാവരെയും സമഭാവനയോടെ കാണാം. ഒരു കാര്യത്തിൽ മാത്രം പാർവതി നിയമനങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും വലിയ പ്രഭുത്വം കൊണ്ടും ക്ഷേമത്വം കൊണ്ടൊക്കെയുള്ള ആൾ വന്നാലും ഒരു ഗതിയില്ലാത്ത ഒരാൾ വന്നാലും ഒരേ ലെവലിലാണ് അവിടെ ഭക്ഷണം. ഞങ്ങളെന്ത് കഴിക്കണോ അത് നിങ്ങൾക്കൊക്കെ കിട്ടും. അത്തരത്തിലുള്ള സമഭാവന ഇത് മറ്റു ജാതിക്കാരോട് ഒരു കാണിച്ചിരുന്നു. പിന്നെ എനിക്കിതിൽ പറയാനുള്ള ഒരുവിധം ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ദേവകി നിലയങ്കോടിൻ്റെ ഓർമ്മയിൽ അവർ പറയുന്നുണ്ട് അന്ന് വളരെ പ്രശസ്തമായ ഒരു പദ്യത്തെക്കുറിച്ചിട്ട്. പാർവതി നിയമനമംഗലം വന്നു മറക്കുട വെടിഞ്ഞവൾ പ്രസംഗമൊന്ന് കേട്ടിടാം ഒരുപക്ഷേ നമുക്കിടുമെന്ന്. അവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ കൂടിയിരുന്നതിനെ കുറിച്ചിട്ടാണ് ദേവകി നിലയങ്കോട് അത് പറയുന്നത്. 1945 ഞാൻ നേരത്തെ പറഞ്ഞ ശുഗപുരം സമ്മേളനത്തിൽ പാർവതി നിയമനമംഗലത്തിൻ്റെ പ്രശസ്തമായ വാക്യങ്ങൾ ആദ്യം വരുന്നത് അതാണ്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കന മേലിൽ അടിമയല്ല. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കന മേലിൽ അടിമയല്ല. 1-2 ഓർമ്മക്കുറിപ്പുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം.
ഞാൻ പറഞ്ഞു പ്രൊഫസർ പാർവതി നെമ്മിനിമംഗലത്തിൻ്റെ ഏടത്തിയുടെ മകള്, കൊരമ്പൂര് മകള്, അവർ പറഞ്ഞ ഓർമ്മകൾ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ പാർവതി നെമ്മിനിമംഗലത്തിൻ്റെ മറ്റൊരു ഏടത്തിയായിരുന്ന മങ്കോർക്ക് കൊടുത്തിരുന്ന ആര്യാന്തർജനം, എൻ്റെ പേരശ്ശിയ മങ്കോർക്കാണ്, പേരശ്ശിയ വെള്ളിയാഴ്ച തുപ്പേട്ടൻ്റെ ഒക്കെ അമ്മ. അപ്പോൾ അവരുടെ മകളായിരുന്നു, ഏറ്റവും താഴെയുള്ള മകളായിരുന്നു പീശപ്പള്ളി ശ്രീദേവി അച്ചോള എന്ന് വിളിക്കുന്ന, ഞങ്ങളൊക്കെ വിളിക്കുന്ന പീശപ്പള്ളി ശ്രീദേവി. ആരാന്നറിയോ? നമ്മുടെ കഥകളിക്കാരൻ പീശപ്പള്ളി രാജീവൻ്റെ അമ്മ. അപ്പോൾ അവരുടെ ചില ഓർമ്മക്കുറിപ്പുകളുണ്ട്. വലിയ കുങ്കുമപ്പൊട്ട് തൊട്ട് വെള്ളവസ്ത്രം മാത്രം ഉടുത്ത് നല്ലോണം വെളുത്ത് ഉയരത്തിലുള്ള ചിറ്റശ്ശിയെ ഓർമ്മയുണ്ട്. ചിറ്റശ്ശിക്ക് വയ്യാതായപ്പോൾ അമ്മയുടെ കൂടെ കാണാൻ പോയപ്പോഴും ചിറ്റശ്ശി പറഞ്ഞ കാര്യത്രയേ ഉള്ളൂ, പഠിക്കുക നന്നായിട്ട്, ജോലി സമ്പാദിക്കുക, ആ ജോലിയിൽ കൂടെ സ്വയം വരുമാനം കണ്ടെത്തുക. അതോടൊപ്പം തന്നെ അന്ന് മങ്കോര് പ്രചരിച്ചിരുന്ന, ഞാൻ അന്നത്തെ ഒരു വല്യമ്മ മങ്കോര്, ഇതിനോടൊന്നും തീരെ ദഹിക്കാത്തൊരു വല്യമ്മ പറഞ്ഞു, ഇനി മേലില്ലത്ത് മങ്കോര് ഒരു കുട്ടിക്കും പാർവതി എന്നുള്ള പേര് ഇടരുത് കേട്ടോ, എന്ന് നശിച്ചു പോകാനുള്ള പേരാത്രേ അത്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത് സി കെ പാർവതിയുടെ ഓർമ്മക്കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. നമ്പൂരി വിദ്യാലയത്തിലെ ചുമരിൽ തൂങ്ങിയിരുന്ന, ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ശ്രീ പാർവതി നെമ്മിനിമംഗലം MLC-യുടെ പേരിൽ കൊടുത്തിരുന്ന മംഗളപത്രം കണ്ട് വളർന്ന ഓരോ വിദ്യാർത്ഥിനിയും അവരെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം യുവജനങ്ങളോട്. പാർവതി നെമ്മിനിമംഗലം ആവാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവരുടെ മനസ്സും അവരുടെ ധൈര്യവും അർപ്പണബോധവും ഉള്ളവരായി വളരാൻ നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ പരിശ്രമിച്ചാൽ, അവരെ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സമുദായത്തിൻ്റെ ഭാവി ആകാശത്തോളം ഉയരത്തേക്ക് പറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനമായി പാർവതി നെമ്മിനിമംഗലത്തിന് മരിക്കണതിൻ്റെ തലേ ദിവസം കണ്ട കാര്യം കൂടി ഈ സി കെ പാർവതി എന്ന് പറഞ്ഞ അന്തർജനം പറയുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സി കെ പാർവതി എൻ്റെ ഫാദറിലൊക്കെ എഴുതിയ ഒരു എഴുത്ത് കിട്ടുകയുണ്ടായി. ആ എഴുത്തിലാണ് അവരിത് പറഞ്ഞേക്കുന്നത്. സി കെ നമ്പൂതിരി എന്ന് പറഞ്ഞ് നമ്പൂരി വിദ്യാലയത്തിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ സി കെ പാർവതി. അത് സി കെ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഒരുപാട് കാലം ഇരുന്ന ആളാണ്. അപ്പോൾ അവർ ഐക്യകേരള മീറ്റിങ്ങിന് പോകാനായിട്ട് പാർമേക്കാവിൻ്റെ പിന്നിലുള്ള പറമ്പിൽ നിന്ന് അരമതിൽ കയറി ഇങ്ങനെ വരുമ്പോഴാണ് പാർവതി നെമ്മിനിമംഗലവും ഭർത്താവ് വാസുദേവ നമ്പൂതിരിയും കൂടി വരുന്ന കണ്ടത്. ഐക്യകേരളത്തിന് പോവും, എനിക്ക് തീരെ വയ്യ, ഞാനില്ല, നാളെ സൈമൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, ഓപ്പറേഷനാണ്, ഓപ്പറേഷൻ ജയിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും 1947 മെയ് 7 ആ ഓപ്പറേഷൻ അവർ തരണം ചെയ്തില്ല. ഗർഭാശയത്തിലെ ട്യൂമർ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനോട് കൂടി അവർ ഈ ലോകം വിട്ട് പോവുകയാണ് ഉണ്ടായത് 36-ാം വയസ്സിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പ്രവർത്തനങ്ങൾ അവർ ചെയ്തത് 14-ാം വയസ്സിൽ നെമ്മിനിമംഗലത്ത് വന്നിട്ട് 36-ാം വയസ്സിൽ മരിക്കുന്നത് വരെയുള്ള ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവർ അന്തർജനങ്ങൾക്കിടയിലും ഇല്ലത്തെ നമ്പൂരി യുവാക്കൾക്കിടയിലും ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ, മനസ്സിനെ ഇളക്കാൻ അവർക്ക് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. ഇനി അവർ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഇന്നും പ്രസക്തമായ കാര്യങ്ങളാണ്. സ്ത്രീകളുടെ മനോഭാവം മാറണം. എങ്ങനെ മാറണം? ഉറച്ചതും ഉന്നതവുമായ ഒരു സ്ഥിതിയിൽ എത്തിച്ചേരാനാണ് നാം പരിശ്രമിക്കേണ്ടത്. സ്ഥായിയായ ഹയർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗ പൊസിഷൻ മാത്രമല്ല പറയുന്നത്, മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ. ഇന്നത്തെ ചാട്ടമെല്ലാം നമ്മുടെ ജീവിത ഭാഗഭാക്കുകളായ പുരുഷന്മാരോട് കിടപിടിക്കുവാനാണ് ഫെമിനിസ്റ്റ് ചിന്താഗതി. അതല്ല വേണ്ടതെന്ന് അവർ പറയുന്നത്. പുരുഷന്മാരോട് മത്സരിക്കലല്ല നമ്മുടെ പണി. നമുക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്. കുടുംബത്തിൻ്റെ അത്താണി ആണെന്ന് മാത്രമല്ല, കുടുംബം മുഴുവൻ നമ്മളാണ്. ആ കുടുംബത്തിൻ്റെ ഓവറാൾ ആയിട്ട് നോക്കി നടത്തേണ്ട ചുമതലയെ പുരുഷന്മാർക്കുള്ളൂ. കുടുംബം കൊണ്ട് നടക്കുന്നതും കുടുംബത്തിൻ്റെ അടിത്തറയും മുഴുവൻ സ്ത്രീകളാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയായിരുന്നു പാർവതി നെമ്മിനിമംഗലത്ത് ഉണ്ടായത്. സ്ത്രീത്വത്തെക്കുറിച്ചിട്ട്, അന്ധകാലത്തെ സ്ത്രീത്വത്തെക്കുറിച്ചിട്ട് പുച്ഛത്തോടെ അവർ പറയുന്ന ഒരു വാചകമുണ്ട്.
സ്ത്രീകളെ നിർവചനം മഹാകവികൾക്ക് വർണ്ണിക്കുവാനുണ്ടാക്കി വെച്ച ഒരു ഏർപ്പാട്, പുരുഷന്മാർക്ക് കൺകുളിർപ്പാനുണ്ടാക്കി തീർത്ത ഒരു ആകൃതി, വെറും കൃത്രിമം. സ്ത്രീത്വം എന്നാൽ അസ്വാതന്ത്ര്യത്തെ ആത്മാഭിമാനത്തോടു കൂടി ആരാധിക്കുന്ന ഒരു സത്യം. അന്നത്തെ സ്ത്രീയുടെ മാനസിക സ്ഥിതിയായി പറയുന്നത് അസ്വാതന്ത്ര്യത്തിനെ ആത്മാഭിമാനത്തോടു കൂടി ആരാധിക്കുക. ഞാനിത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടേ എന്നും മനസ്സിലുണ്ടായിരുന്ന ആ മനസ്സിനെയാണ് അവർ മാറ്റിമറിച്ചത് എന്നുള്ളത് ആലോചിക്കണം. അപ്പോഴേ അവർ നമ്പൂരി സമുദായത്തിലല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടല്ലോ ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറുമായിരുന്നു. പക്ഷെ അവർക്ക് ഇന്ന് പലരും ചെയ്യുന്ന പോലെ പല സ്ഥലത്തും കാണുന്നുണ്ട്, അവരെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയത്തിനെയും കുറ്റം പറയുന്നില്ല, പക്ഷെ അവർക്ക് രാഷ്ട്രീയം ഇതായിരുന്നു. ഈ സഫർ ചെയ്യുന്ന സ്വസമുദായത്തിലെ അന്തർജനങ്ങളെയും മറ്റും ബോധവൽക്കരിക്കുക, അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. അവസാനം അവർ പറയുന്നത്, മറക്കുടയിൽ തിരികെ വെച്ച അന്തർജനത്വം ഞങ്ങൾക്കിനി വേണ്ട, അത് അതിൻ്റെ കൂട്ടുകാരായ നിരവധി ഇലകളോടുകൂടി കരിഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങൾക്കുള്ളതായ അന്തർജനത്വം ഇനി ആരുടെ കണ്ണിൽപ്പെട്ടാലും അലിഞ്ഞു പോവുകയില്ല. അതിനാണ് ഞാൻ പറയുന്നത്, അന്തർജനത്വം ബഹിർജനത്വമാക്കി മാറ്റിയവർ. ഏത് പൊരിവയിൽ കൊണ്ടാലും ഈ അന്തർജനത്വം ഇനിയോട്ട് കരിഞ്ഞു പോകാനും പോകുന്നില്ല എന്ന് സ്ഥൈര്യമായി പറഞ്ഞ പാർവതി നമ്പൂതിരിനെ ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞ ഇന്ന് മുഴുവൻ പറയാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്, തീരില്ല. അത്രയൊന്നും ബോറടിപ്പിക്കേണ്ട. ഈ പറഞ്ഞത് നിങ്ങളുടെ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിനെ ഒന്ന് തലോടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പർപ്പസ് നിർവഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കരിക്കുന്നു. ഇപ്പം നിങ്ങൾ പറയുക, പറഞ്ഞതിന് ഞങ്ങൾക്ക് നിങ്ങൾ നമസ്കരിക്കണോ ഇല്ലയോ എന്ന്. ഞാൻ പറയണില്ല നമസ്കരിക്കാൻ, വേണമെങ്കിൽ തന്നെ നമസ്കരിച്ചോളാം. എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന അയ്യന്തോൾ ഉപസഭയോടും ജില്ലാ യോഗക്ഷേമ സഭ ഭാരവാഹികളോടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു നിയോഗമായിട്ട് കരുതുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. പാർവതി നമ്പൂതിരിയും ആര്യാപ്പള്ളവും ഒക്കെ ഇതിലും വലിയ ഒരു സദസ്സിലേക്ക് എത്തേണ്ടതാണ്. സംസ്ഥാന തലത്തിലോ ഒക്കെയുള്ള വലിയ വലിയ മീറ്റിങ്ങുകളിലേക്ക് നമ്മളുടെ സമുദായത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന വീട്ടിയെ പോലെയുള്ള ആളുകളും ഇവരെ പോലെയുള്ള ആളുകളും അവരൊക്കെ ഓർമ്മിക്കത്തക്കതായിട്ട് അവർക്ക് വേണ്ടുന്ന പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളിടത്താണ് നമുക്ക് വിഷമം. പാർവതി നമ്പൂതിരി ഈ അടുത്ത കാലം വരെ ആരും അറിയില്ലായിരുന്നു. അവരറിയാൻ ഞാൻ പറയും, കാരണം ഉണ്ടാക്കിയാൽ ഒരാൾ എൻ്റെ ഭാര്യാപിതാവ് തന്നെയാണ്. ശ്രീകുമാർ സാർ ഓർക്കണ്ടോന്ന് അറിയില്ല, 1911 അവരുടെ 100ാം ജന്മവാർഷികത്തിൽ ഞാനും അച്ഛനും കൂടി നബിനങ്ങലത്തെ മോഹനപ്പനോട് ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൂപ്പത്തിയിൽ നടന്ന ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങിന് വരികയും അച്ഛൻ ഈ പ്രപ്പോസൽ, അതായത് പാർവതി നബിനങ്ങലത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കണം എന്നുള്ള പ്രപ്പോസലും ഒപ്പം തന്നെ ഏറ്റവും നല്ല വനിതാ പ്രവർത്തകയ്ക്ക് പാർവതി നബിനങ്ങലത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളതും അന്ന് വെച്ച പ്രപ്പോസലാണ്. ആ വർഷം തന്നെ തെക്കേമഠത്തിൽ വെച്ചിട്ട് വാർഷികം ആഘോഷിച്ചു. അന്നാണ് സുകുമാർ അഴീക്കോട് വരുമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. അന്തർജനങ്ങളിലെ മംഗലഹസ്തം എന്നാണ് സുകുമാർ അഴീക്കോട് പാർവതി നമ്പൂതിരിനെ അന്ന് വിശേഷിപ്പിച്ചത് എഴുതി തന്ന സന്ദേശത്തിൽ. അതിനുശേഷം എനിക്ക് തോന്നുന്ന 12 തൊട്ട് ഈ നല്ല വനിതാ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയെങ്കിലുമൊക്കെ ആയതിന് കാരണം നെമ്മനൂങ്ങലത്ത് NM നാരായണൻ നമ്പൂതിരി ആയിരുന്നു. അദ്ദേഹത്തെയും കൂടി ഈ സമയത്ത് അനുസ്മരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.